കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തെ തൊഴിലാളി പ്രസ്ഥാനം. പഴയ തിരുവിതാംകൂറിൽ ആലപ്പുഴ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി കേന്ദ്രമായിരുന്നു കൊല്ലം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രക്ഷോഭ പരിപാടികളിലെല്ലാം കൊല്ലത്തെ തൊഴിലാളി വർഗം പ്രധാന പങ്കുവഹിച്ചതായി കാണാം. കെ ജി ശങ്കർ പ്രസിഡൻറ്റും കെ സി ഗോവിന്ദൻ സെക്രട്ടറിയുമായി 1937 കൊയിലോൺ ലേബർ യൂണിയൻ രൂപം കൊണ്ടു. പി എൻ കൃഷ്ണപിള്ള പ്രസിഡൻ്റായി രൂപവത്കൃതമായ കൊയിലോൺ ഫാക്ടറി വർക്കേഴ്സ് യൂണിയനാണ് കൊല്ലത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത തൊഴിലാളി സംഘടനയായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലത്തെ കോട്ടൺ മിൽ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിൽ അവർക്ക് ഏറെ യാതനകൾ സഹിക്കേണ്ടി വന്നു. 1938 കോട്ടൺ മിൽ തൊഴിലാളികളുടെ നേർക്ക് നടന്ന വെടിവയ്പിൽ ലക്ഷ്മണൻ എന്ന തൊഴിലാളി രക്തസാക്ഷിയായി. എൻ ശ്രീകണ്ഠൻ നായരും എം എൻ ഗോവിന്ദൻ നായരും കൊയിലോൺ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ്റെ നേതൃത്വം ഏറ്റെടുത്തതോടെ പ്രവർത്തനം ഊർജ്ജസ്വലമായി. കശുവണ്ടി വ്യവസായത്തിൻ്റെ കേന്ദ്രമായ കൊല്ലത്ത് അവകാശങ്ങൾ അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി തൊഴിലാളികൾ ഏറെ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. 1936 മുതലാണ് കശുവണ്ടി വ്യവസായം ഫാക്ടറി അടിസ്ഥാനത്തിൽ കൊല്ലത്ത് കേന്ദ്രീകരിച്ചു തുടങ്ങിയത്. അവിടെ തിരുവിതാംകൂർ കശുവണ്ടി തൊഴിലാളി യൂണിയൻ്റെ പ്രസിഡൻ്റായി എം എൻ ഗോവിന്ദൻ നായർ ചുമതലയേറ്റതിന് ശേഷം നടന്ന സമരങ്ങൾ കൊല്ലത്തിൻ്റെ വീര ഇതിഹാസമാണ്. കശുവണ്ടി തൊഴിലാളികൾക്ക് ആദ്യമായി 4% ബോണസ് അനുവദിച്ച് കിട്ടിയത് ഇക്കാലത്താണ്. എൻ ശ്രീകണ്ഠൻ നായർ, ടി കെ ദിവാകരൻ തുടങ്ങിയവരുടെ നേതൃത്വം കൊല്ലത്തെ തൊഴിലാളി യൂണിയനുകൾക്ക് ശക്തി പകർന്നു. കൊല്ലത്തെ ആദ്യകാല ട്രേഡ് യൂണിയനുകളിൽ ഒന്നാണ് 1938 ഏപ്രിൽ 23 നിലവിൽ വന്ന ട്രാവങ്കൂർ മിനറൽ വർക്കേഴ്സ് യൂണിയൻ. തൊഴിലാളി വർഗ പ്രസ്ഥാനം ശക്തി നേടിയ പ്രദേശങ്ങളിൽ ഒന്നാണ് കൊല്ലത്തെ പുനലൂർ. 1940 പുനലൂർ കേന്ദ്രമായി ആൾ ട്രാവങ്കൂർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചു. ടി വി തോമസ് ആയിരുന്നു അന്ന് പ്രസിഡന്റ്. പി എ സോളമൻ, പി രാമലിംഗം, പി ഒ സ്പെൻസർ എന്നിവരാണ് തുടർന്ന് നേതൃത്വം നൽകിയത്. പുനലൂർ പേപ്പർ മിൽ തൊഴിലാളികൾ നടത്തിയ അവകാശ സമരങ്ങൾ പ്രസിദ്ധമാണ്. പുനലൂർ പേപ്പർ മിൽ വർക്കേഴ്സ് യൂണിയൻ 1941 തിരുവിതാംകൂറിലെ ആദ്യകാല ട്രേഡ് യൂണിയനുകളിൽ ഒന്നാണെന്ന് പറയാം. സർ സി പിയുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പുനലൂരെ തൊഴിലാളികൾ വീരോചിതമായ പോരാട്ടങ്ങളാണ് നടത്തിയത്. സർ സി പിയുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ സമരം നടത്തിയ പേപ്പർ മിൽ തൊഴിലാളികൾ തിരുവനന്തപുരം വരെ ജാഥ നടത്തിയതായി ചരിത്രത്തിലുണ്ട്. മാത്രമല്ല, പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് അന്ന് അസംബ്ലിക്കകത്ത് കയറി സി പിക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു. രാജ്യഭരണത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു അന്ന് പുനലൂർ പേപ്പർ മില്ലിലെ തൊഴിലാളികൾ നടത്തിയത്. കർഷക തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും കൊല്ലം ജില്ലയിൽ ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.